സെറ്റില് ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണാനാണ് ആൾക്കാർ കൂടുക, ശരിയാണോ? അല്ല അങ്ങനെ ചേട്ടാ നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞേക്ക് അങ്ങനെ ആശീർവാദം സമ്മതിച്ചു. അങ്ങനെയൊന്നുമില്ല മുത്തേ. അയ്യോ അതല്ല വേറെ ആരെങ്കിലും അല്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. സർപ്രൈസ്. ആ അതെ, എനിക്ക് മനസ്സിലായി കുട്ടിയുടെ ചിരിയിൽ ആരോ വരുന്നുണ്ട്. എപ്പോഴും ചിരിച്ചാണല്ലേ ഞാൻ ചിരി അങ്ങോട്ട് പാസ് ചെയ്യാണ്. പോസിറ്റീവ് ആണ് പിന്നെ ചിരിയുടെ ചേട്ടന്മാരാണ്, അപ്പൊ ഒരു അനിയത്തി വേണമെന്ന് വലിയ ആഗ്രഹം. അത് ശരിയാ. അവരും പിന്നെ നോക്കിയത് പെൺകൊച്ചിക്ക് വേണ്ടിയാ തുടക്കത്തിന്. കിട്ടാണ്ടായപ്പോ പിന്നെ അവര് നിർത്തി. മൂന്നിലല്ല 4 ഞാൻ 4ാമത്തെ ആളാ. 4 നിർത്തിയെന്നാണ് പറയാം. ഞാൻ പെൺകുട്ടിയായിട്ടാ അവര് എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ വാപ്പയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ എന്നെ കൈ. ഉസ്താദ് ഹോട്ടലിലെ സിദ്ദീഖിക്കയുടെ എക്സ്പ്രഷൻ എല്ലാം അവരുടെ എല്ലാം ദൈവം അല്ലെ, ദൈവം മാത്രമല്ലല്ലോ. സോറി വീട്ടുകാർ കാണാൻ ക്ഷമിക്കണേ. സാധനം ആ സാധനം. അപ്പൊ ഞാനും ആശർ ഇങ്ങനെ വെളിയിലൂടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവരോടെ കണ്ട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ വേറൊരു കാര്യം ചെയ്ത് തിരിഞ്ഞു നിന്നപ്പോ ഈ പുള്ളി എന്നെ ചെവിയിൽ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് എറിഞ്ഞിട്ട് പൊട്ടിച്ചു. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ അവനില്ല, അടിപൊളിയല്ല അവിടനോട് എറിയട്ടെ എന്ന്. എനിക്കാണ് ചെവിയിൽ വന്നുകൊണ്ട് എന്റെ കിളി അത്രയും പോയി. പിന്നെ കുറച്ച് ദേഷ്യം വന്നായിട്ട് പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. സോറി ബ്രോ, ഞാൻ അങ്ങനെയല്ല, ആ ഒരു സൗഹൃദം കൊണ്ടാണ്. നമ്മളെ ഈ കോമഡി വീഡിയോസ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത് കൂടുതൽ. ഒരു കൊച്ചു പയ്യനില്ലേ എന്റെ അടുത്ത് വന്നിരുന്നു, ചേട്ടാ ഓ കോമഡി കാണിക്കും, ക്യാമറ ഓണാക്കി എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. അവൻ വീഡിയോ ഓണാക്കിട്ടെ കോമഡി കാണിക്കും വീഡിയോ വന്നിരുന്നിട്ട് ഞാൻ എന്തൊരു കോമഡി കാണിക്കാൻ അവന്റെ ഫ്രണ്ട് ഇരുന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നിങ്ങൾ പറയുന്ന കാര്യം റിയലായിട്ട് മോട്ടിവേഷൻ മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങോട്ട് ഓക്കെ സിനിമയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാൻ? അടിപൊളി വഴിയാണ്. അല്ല, ഇങ്ങനെയും സിനിമയിൽ എത്താം എന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. പലരും പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നവരാണ്. അപ്പം ഇങ്ങനെയും സിനിമയിൽ എത്താം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിലൂടെയും കഴിവ് തെളിയിച്ച് വരാം. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ കൺസിസ്റ്റൻസി ആണ് ഒന്നാമത്തെ കാര്യം. അതുണ്ടെങ്കിൽ നമുക്കിതിനൊരു ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകും, വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ പൊതുവെ എല്ലാവരും ഒരുപാട് കിട്ടുമെന്നൊക്കെ ഒരുപാട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആൾക്കാരുടെ വിചാരം. അവൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? അവന്റെ കാര്യം എന്തിനാടാ നീ എനിക്ക് പിന്നെ ഞാനത് സംസാരം തീർക്കണ്ട. എനിക്കങ്ങനെ കിട്ടുന്നില്ല. ത്രൂ ഔട്ട് ഇമോഷൻസ് ക്യാരി ചെയ്ത് പോകണം, ആ ക്യാരക്ടർ പിടിച്ചു പോകണം. ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അതിൽ നിന്ന് ഇതിലോട്ട് വരും. അത് മാത്രമല്ല നമ്മൾ റീൽസിൽ നിന്ന് നേരെ ഒരു സിനിമയിലോട്ടാണ്. അപ്പൊ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ റീൽസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ നമസ്കാരം. സൈന സെഡ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. വാഴ 2 വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഞാൻ ആദ്യം വാഴനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ കാണുന്നത് സൂപ്പർ ഇന്റർവ്യൂ ആണ് കേട്ടോ. അത് ക്യാമറ ഓൺ ആകുമ്പോൾ പറയുമ്പോൾ അതിന്റെ ഒരു ഭംഗിയുള്ളൂ. അതെ അതെ, ഞാൻ പഠിപ്പിച്ചു പറഞ്ഞ പോലെ ഞാൻ വാഴനെ കുറിച്ച് ആദ്യം കാണുന്നത് നമ്മുടെ പാട്ടാണ്. ഒരു ഭയങ്കര ഫീൽ ചെയ്യുന്ന സോങ്. ഇത്തവണത്തെ മഴക്കാലം ഈ പാട്ട് തൂക്കും. കാരണം ഞങ്ങളെല്ലാം റീൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആണ്. വാഴയിൽ ഒരു ചെറിയ ഭാഗം ചെയ്യുന്നു. ആൻഡ് വാഴ 2 മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് ഇപ്പോഴത്തെ ഫീൽ? പാട്ടിനെ കുറിച്ചാണ് ഇതിനെ കുറിച്ചാണ് ആക്ടിങ്ങിനെ കുറിച്ചാണെങ്കിൽ പ്രൗഡാണ്. പിന്നെ അത് മാത്രല്ല, ആദ്യത്തെ വാഴയിൽ നമുക്കങ്ങനെ വലിയ റോൾ ഇല്ലായിരുന്നു, അറിയാല്ലേ. ഇപ്പൊ ജസ്റ്റ് ചെറിയ പോർഷൻ അവിടെ ആയിട്ട് വന്നു പോകണല്ലാണ്ട് ഇല്ല. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ത്രൂ ഔട്ട് ഇമോഷൻസ് ക്യാരി ചെയ്ത് പോകണം, ആ ക്യാരക്ടർ പിടിച്ചു പോകണം. ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അതിൽ നിന്ന് ഇതിലോട്ട് വരും. അത് മാത്രമല്ല നമ്മൾ റീൽസിൽ നിന്ന് നേരെ ഒരു സിനിമയിലോട്ടാണ്. അപ്പൊ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ റീൽസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിനിമയിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. ഞാൻ വാഴ 2 പൂജ നടക്കുന്ന സമയത്ത് വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്ന ഒന്നാണ്. അപ്പം അന്ന് മീഡിയസ് മുഴുവൻ കവർ ചെയ്ത് നിൽക്കുക. നിങ്ങളാണെങ്കിൽ മറ്റിങ്ങനെ പുഴുങ്ങാന്നൊക്കെ പറയില്ലേ, അതേപോലെ നിക്കണേ. ആ കൂട്ടത്തിൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് അല മാത്രം, ബാക്കിയുള്ളവര് ഭയങ്കര ഇൻട്രോവേർട്ട്.
ശരിക്കും എന്തായിരുന്നു ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് ഇവരെല്ലാരും? അല്ല അങ്ങനെയല്ല, സാഹചര്യം അനുസരിച്ചാണ്. അങ്ങനെ നമ്മളെ സർക്കിളിൻ്റെ അകത്ത് ഞാൻ നല്ലോണം സംസാരിക്കും. ഒരു സിറ്റുവേഷൻ വരാൻ അതുമല്ല നമ്മൾ അങ്ങനെ മീഡിയാസ് അങ്ങനെ നമ്മൾ പോയിട്ടില്ല. പോയിട്ടില്ല. ശരി, നിങ്ങളെ കാണാൻ കിട്ടാറില്ല, അന്നാണ് ശരി കണ്ടത്. ഇപ്പൊ ഇത് നമുക്ക് വാഴയുടെ പടത്തിന്റെ ഒരു ആവശ്യമായോണ്ട് ഞങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അപ്പം ആൾക്കാർ കുറെ കൂടെ പടത്തിനെ വിലയിരുത്താനും പിന്നെ അറിയാനും വേണ്ടിയിട്ട് ഇന്റർവ്യൂസ് നമുക്ക് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതെ, അതുകൊണ്ട് അല്ല പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം വന്നോണ്ടാണ് നമ്മളങ്ങനെ എപ്പോഴും പറയാൻ സമ്മതിക്കുന്നില്ല ആര്. എപ്പോഴും ചിരിച്ചാണല്ലേ ഞാൻ ചിരി അങ്ങോട്ട് പാസ് ചെയ്യാണ്. പോസിറ്റീവ് ആണ്. പിന്നെ ചിരിയുടെ ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി ഫാൻസുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് നമ്മുടെ സിനിമയിൽ ഒരു കുട്ടി താരം കൂടെ വരുന്നുണ്ട്. ഇതാ നിങ്ങളുടെ പാട്ടില് നിങ്ങളുടെ ആ ഒരു കോംബോ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും സിംപ്ലി ചിരിക്കണ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കണ. അത് സിംപ്ലിക്സ് ചേട്ടൻ അനിയൻ ആൻഡ് അല്ലേ ആഷിറിന്റെ അനിയൻ ആൻഡ് ഈ പറഞ്ഞ അനിയത്തിക്കുട്ടി ചേട്ടൻ, ഇതൊക്കെ ആ സോങ്ങിൽ കാണാം. ശരിക്കും ഇത് ബ്രദർ ആണോ സിസ്റ്റർ ആണോ അല്ലേ? ശരിക്കും എനിക്ക് ചേട്ടന്മാരാണ്. അപ്പൊ ഒരു അനിയത്തി വേണമെന്ന് വലിയ ആഗ്രഹം. അത് ശരിയാ. അവരും പിന്നെ നോക്കിയത് പെങ്കൊച്ചിക്ക് വേണ്ടിയാ തുടക്കത്തിന്. കിട്ടാണ്ടായപ്പോ പിന്നെ അവര് നിർത്തി. മൂന്നിലല്ല 4 ഞാൻ 4ാമത്തെ ആളാ. 4 നിർത്തിയെന്നാണ് പറയാം. ഞാൻ പെൺകുട്ടിയായിട്ടാ അവര് എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ വാപ്പയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ എന്നെ കൈ. ഉസ്താദ് ഹോട്ടലിലെ സിദ്ദീഖിക്കയുടെ എക്സ്പ്രഷൻ. അത് മാത്രല്ല, ഈ എപ്പോഴും ഈ 4 ആൺകുട്ടികളും മൂന്നാമതൊരാൾ വരുമ്പോഴേ ശരിക്കും പെൺകുട്ടി പോലെ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇളയതാ, അപ്പൊ എന്നെ മോനേന്ന് വിളിക്കാറുണ്ട്. എന്നെ മോളെന്ന് അങ്ങനെ വിളിച്ചിട്ടില്ല. അതിനെ അങ്ങനെ ആക്കും. എന്നെ മോളെന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ കൊച്ചിലെ അവര് ചിലപ്പോ കൊറേ കരിയൊക്കെ അധികം മാറി ഇട്ടാണ്. ഒരിക്കലൊക്കെ കുറച്ച് കൂടുതലാണ് അവര്. പിന്നെ പറഞ്ഞിട്ടല്ല എല്ലാം അവരുടെ എല്ലാം ദൈവം അല്ലെ. ദൈവം മാത്രമല്ലല്ലോ. സോറി വീട്ടുകാർ കാണാൻ ക്ഷമിക്കണേ. അലൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു കൂടെ അഭിനയിച്ചിട്ട്? പഠിപ്പിച്ചൊക്കെ പറഞ്ഞോളൂ. ഞാൻ നല്ല സെറ്റിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഫ്രണ്ട്സല്ല സിബ്ലിങ്സായി. നല്ല ബോണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും സെറ്റിൽ വന്നപ്പോൾ സ്വഭാവക്കാരന് നല്ല നല്ല സ്വഭാവമായിരുന്നു. അതായത് അവൾക്ക് ആദ്യം ഒരു ഷൈ ആണല്ലോ, പ്രത്യേകിച്ച് അവളുടെ കൊച്ചും കൂടെ അല്ലേ. അപ്പൊ നമ്മളാണല്ലോ കംഫർട്ട് ആക്കാനുള്ളത്. അതൊന്നാമത് അനിയത്തിയായിട്ടും കൂടെയാണ് അഭിനയിക്കാനുള്ളത്. അപ്പൊ കാണുന്നവർക്ക് അത് കുറച്ചുകൂടെ ഒരു ലൈവായിട്ടുള്ള ഒരു ഫീൽ വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ എങ്ങനെ കംഫർട്ട് ആക്കാൻ നോക്കുക, സംസാരിക്കാന്നുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെങ്ങനെയാണോ അത് അവരടുത്ത് കാണിച്ച് അവർ തിരിച്ചത് തരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കാൻ നിന്നില്ല. സ്നേഹിച്ചു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും വാങ്ങി തന്നോ? എന്തെങ്കിലും ചോക്ലേറ്റ്? അല്ല അത് പറയില്ല, സിനിമയായിട്ട് ബന്ധമുള്ള. അതുകൊണ്ടാ നശിപ്പിക്കും സിനിമയെ നശിപ്പിക്കും. ഒരു സാധനം ചോക്ലേറ്റ് കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അത് കൊണ്ടുവന്നില്ല, മറന്നുപോയി. ഓർത്ത് കൊടുക്കണം. ശബരി ആൻഡ് ഒരുപാട് ഫാൻസുള്ള ഒരാളാണ്. ആൻഡ് രണ്ടാമത്തെ സിനിമയല്ലേ ഇത്? സോ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങള് ഇൻഫ്ലുവൻസേഴ്സ് ചോദിച്ചു? സോറി ഇന്ററപ്റ്റ് ചെയ്തതിന് സോറി. ഇല്ല ക്ഷമിക്കൂല. ഈ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ നമ്മൾ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം സിനിമയാണോ? ഈ രണ്ടുപേരുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിനിമ എന്നൊരു ആഗ്രഹമേ ഇവർക്ക് ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് ഗ്രാജുവലി സംഭവിച്ചാണെന്ന്. ശബരിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ? ചെറുതിലെ സിനിമയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. സ്കൂളിൽ നാടകം, ഒറ്റയ്ക്കൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. മോണോ ആക്ട് അല്ലേ, മോണോ ആക്ട്, അങ്ങനെ ഒരുപാട് സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് ആയപ്പോൾ ഇതൊന്നും ഇനി കിട്ടില്ല എന്നൊരു ഇതായി. ഇതിനി നടക്കത്തില്ല, ഇനിയിപ്പോൾ അടുത്തോട്ട് പോകും. പിന്നെ അങ്ങനെ സമയത്താണ് എനിക്ക് ഇവരെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ ഒന്ന് വീഡിയോ ഇട്ട് തുടങ്ങി. ഇവരെയൊക്കെ ഇൻസ്പയർ വേറെ കാര്യം, എന്റെ വീടിന്റെ അടുത്തുള്ള നമ്മളടുത്തുള്ളതാണ്. വീടിന്റെ അടുത്തെന്ന് പറയുമ്പം കുറച്ച് പോയാൽ മതി. കൊച്ചിലെ എനിക്ക് അറിയാം. എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട്. കാര്യം ചോദിക്കുന്നോണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുക, ആവർത്തന വ്യവസ്ഥ വരുന്നോണ്ടാണ് വലിച്ചു കീറരുത്. അങ്ങനെ തുടങ്ങി. അപ്പൊ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ സിനിമ കയറണം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. അല്ല, വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ സിനിമ കയറണം എന്ന് പറഞ്ഞ് ഇട്ട് തുടങ്ങിയതല്ല. ഉണ്ടായിരുന്നു. പിന്നെ
പിന്നെയാണ് പറഞ്ഞത് ഇതുവഴിയും സിനിമയിലൊക്കെ കയറാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലായി. പിന്നെ ആഗ്രഹിച്ചു, അപ്പോൾ കിട്ടി. ഓ അത് ഭയങ്കര ആഗ്രഹിച്ചു. യൂണിവേഴ്സ് ബിസിനസ് സമയത്താണോ ആദ്യം ചെയ്തത്? ആദ്യം ചെയ്തോ? എനിക്ക് നല്ല റോളായിരുന്നു, കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അസിസ്റ്റന്റ് മോനെ അല്ല നോബിഷേട്ടൻ്റെ മോനെ. പറയണ്ടായിരുന്നു. സോറി, നമ്മൾ ക്ഷമിക്കത്തില്ല കേട്ടോ, നമ്മൾ ക്ഷമിക്കത്തില്ല. ഇവിടെ പറയും സിനിമ ആഗ്രഹം ഇല്ല, ഉണ്ടായിരുന്നില്ല, എനിക്ക് സിനിമ ആഗ്രഹമൊന്നുമില്ല. പിന്നീട് ഇപ്പൊ ഗ്രാജുവലി സിനിമ നമ്മള് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ഒരിക്കലും സിനിമ ആഗ്രഹം മോഹിച്ചല്ല എടുത്തു തുടങ്ങിയത്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടെ അതിനു വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞുള്ള രീതി. എനിക്ക് തോന്നുന്നു വാഴ 1 കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ ചിന്ത വന്ന് തുടങ്ങി. അത് ക്ലിയർ ചെയ്താണോ കേട്ടോ അതിൽ അങ്ങനെയാണ് അങ്ങനെ വന്നത്. ഇതില് ബേസ്ലൈറ്റ് ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടല്ലോ, വാഴ 2-ലോ വരുന്നുണ്ടോ? വേറെ ആരെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ബേസ്ലൈറ്റ് അല്ല, വേറൊരാൾ ആരെങ്കിലും ഗസ്റ്റ് റോൾ ആയിട്ട്. ഇല്ല, പിന്നെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. സർപ്രൈസ്. അതെ, എനിക്ക് മനസ്സിലായി, കുട്ടിയുടെ ചിരിയിൽ ആരോ വരുന്നുണ്ട്. ശരിക്കും ചോദിക്കട്ടെ, ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് ആൻഡ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പലർക്കും ഇൻസ്പയർ ആവാറുണ്ട്, ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ശരിക്കും നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ? ശരിക്കും നമ്മൾ അറിയാത്ത അങ്ങനെ വലിയ നിന്റെ മറ്റേ ആരെ പടക്കം എടുത്തെറിഞ്ഞില്ലേ? അത് ഞാൻ ഇവിടെ ഫെസ്റ്റിവലിന് പറഞ്ഞു. അത് ബുദ്ധിമുട്ടല്ല, അത് ഇപ്പം അവർക്ക് നമ്മളങ്ങനെ പൊതുവെ കാണാറില്ല പുറത്ത്, പക്ഷെ അവരൊക്കെ നമ്മളെ വീഡിയോയിലൂടെ അവർക്ക് സ്നേഹമാണ്, അവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തികളെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത്രയും സ്നേഹമാണ് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇതുപോലെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, അപ്പൊ അവരില്ല കടപ്പുറത്തൊക്കെ എറിഞ്ഞു കളിക്കുന്ന ഒരു സാധനം, ഇട്ടാപ്പൊട്ടി ഒരു സാധനം, ഇട്ടാപ്പൊട്ടി ആ സാധനം ഈ ബീച്ച് ഏരിയയിൽ മാത്രം ഞാൻ അധികം കണ്ടുള്ളൂ. അപ്പൊ ഞാനും ആശറിങ്ങനെ വെളിയിലൂടെ നിൽക്കുകയായിരുന്നു, അപ്പൊ ഇവരോടെ കണ്ട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ വേറൊരു കാര്യം ചെയ്ത് തിരിഞ്ഞു നിന്നപ്പോൾ ഈ പുള്ളി എന്നെ ചെവിയിൽ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് എറിഞ്ഞിട്ട് പൊട്ടിച്ച്. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനില്ല, അടിപൊളിയല്ലേ, അവരോട് എറിയട്ടെ എന്ന്. എനിക്കാണ് അത് ചെവിയിൽ വന്നുകൊണ്ട് എന്റെ കിളി അത്രയും പോയി. പിന്നെ കുറച്ച് ദേഷ്യം വന്നായിട്ട് പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, സോറി ബ്രോ, ഞാൻ അങ്ങനെയല്ല, ആ ഒരു സൗഹൃദം കൊണ്ടാണ്, അങ്ങനെ ഉള്ള അല്ല, അത് ബുദ്ധിമുട്ടല്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. ഈ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയത്തിൽ വരുന്ന കളിയാക്കല്, അങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് എന്ന നിലയിൽ എന്തെങ്കിലും ടെൻഷൻ? നല്ല കമന്റ്സ്, അതിപ്പം മോശമായാലും എന്തായാലും നമ്മൾ സ്വീകരിക്കുന്നതാണ്. കാര്യം മോശം കമന്റ്സ് ആയിരിക്കും ചിലപ്പോൾ നാളെ നല്ല വീഡിയോസിന് നമുക്ക് പ്രയോജനമാണ്. ആ മോശം കമന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് ഇത്തിരി അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാന്ന് പറയാൻ നമുക്കത് നാളെ ഒരു വീഡിയോസിന് ഉപയോഗം, നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ഒരു മോശം. പിന്നെ പറഞ്ഞാലും അത്ര നല്ലല്ലേ കമന്റ്സ് വരുന്നല്ലേ വീഡിയോസ്. നിങ്ങളുടെ കൂട്ടത്തില് സിനിമയിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ റീലിൽ ചെയ്യുമ്പോൾ ഭയങ്കര നിങ്ങളുടെ മാത്രമുള്ള ഒരു സ്ഥലമാണ് 4 പേരും. ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പെർഫോം ചെയ്യാം. സിനിമയിൽ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, ക്യാമറ, പുതിയ മുഖങ്ങള്, ഏറ്റവും കൂടുതൽ ടേക്ക് പോയതാരാ? ഈ അരി വെറുക്കാതെ കേട്ടില്ലേ? ഇല്ല, എല്ലാരും ടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടേക്ക് പോവാൻ ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓരോന്ന് ചെയ്യുമ്പോ ഓരോ നല്ലത് കിട്ടൂലേ, അതാ ഉദ്ദേശിച്ചത്. എന്നാലും അങ്ങനെ ആരും ടേക്ക് ഒന്നും കൂടുതലൊന്നും പോയിട്ടില്ല. ഓക്കെ, ഈ പ്രോ ആക്ടർ ഇപ്പം ലാലേട്ടൻ പറയാറില്ല, ഇപ്പൊ തമാശയൊക്കെ പറഞ്ഞ് തിരിച്ച് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ ക്യാരക്ടറായിട്ട് മാറാം. പ്രേക്ഷകരല്ലേ പറയണ്ട, കണ്ടിട്ടല്ലേ ഷൂട്ടിംഗ് സമയത്ത് എങ്കിലും ഷൂട്ടിംഗ് സമയത്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് സീൻ വരുമ്പം എല്ലാരും അങ്ങനെയാണ്, ചിരിച്ചു കളിച്ചിരിക്കും. ആക്ഷൻ പറയുമ്പോൾ ക്യാരക്ടറിലോട്ട് കയറും, അതുവരെ ചിരിച്ചു എല്ലാരും അങ്ങനെയായിരുന്നു. എല്ലാരും ചിരിച്ചു കളിച്ച് നിൽക്കും. സീൻ വരുമ്പോഴത്തേ അടിപൊളിയായിട്ട് ആക്ഷൻ പറയുമ്പോൾ നന്നായിട്ട് എന്റെ പേര് പറയാ, എന്റെ കറക്റ്റ് സിബ്ലിങ്സ് വൈബ് ആട്ടോ ഇവിടെ. ശരിക്കും നിങ്ങളുടെ സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഇത്രയധികം ഒരുപാട് ആൾക്കാരുണ്ട്, ഫണ്ണായിരിക്കും അറിയാം, എങ്കിലും സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? വൈബായിരുന്നു സെറ്റ് എന്ന് പറയുമ്പോ ഒരു ഫ്രണ്ട് ഒരു കൂട്ടം കൂട്ടുകാരെങ്ങനെ സിനിമ എടുക്കുമ്പോ എങ്ങനെയായിരിക്കും അതേ സെയിം വൈബായിരുന്നു. പക്ഷെ ഫുൾ യൂണിറ്റ്, ആക്ടേഴ്സ് മാത്രമല്ല, ഫുൾ യൂണിറ്റ്, ക്യാമറ ആയാലും ലൈറ്റിന്റെ ആയാലും എല്ലാരും ഉൾപ്പെടെ എല്ലാരും കൂട്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. നല്ല ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്.
പറയാൻ പറ്റില്ല, ഇനി ശബരിനെ വെച്ച് 3-ാം ഭാഗം എടുത്താലോ. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾക്ക് അവസരം തരണ്ടേ. ഡയറക്റ്റ് ചെയ്യണേ. ഓക്കെ നിങ്ങൾ തമ്മിലായിക്കോ. ബിജുക്കുട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞു, അതായത് സെറ്റില് ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണാനാണ് ആൾക്കാർ കൂടുക, ശരിയാണോ? അല്ല അങ്ങനെ ചേട്ടാ നമ്മൾ സ്നേഹം അത് സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും, അങ്ങനെയൊന്നും ഹാഷിർ അത് സമ്മതിച്ചു. ചുമ്മായിട്ട് ഉൾട്ടടിക്കുന്ന അല്ല അങ്ങനെ അല്ല സമ്മതിച്ചു. സമ്മതിച്ചോ? ചുമ്മാ പറയുന്നേടാ, വിശ്വസിക്കണല്ലേ? ചുമ്മാ പറയുന്നേടാ. ഇല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല മുത്തേ. അയ്യോ അതല്ല അതല്ല, അത് ഞാൻ എല്ലാരും യൂസ് ചെയ്യുന്ന ടൈം അങ്ങനെയൊന്നുമില്ല. അത് ജസ്റ്റ് പിന്നെ കൂടുതൽ പിള്ളേരായിരുന്നു, സ്കൂൾ ടൈം ആയോണ്ട്, സ്കൂൾ പോർഷൻ ആയതുകൊണ്ട് അവർക്കപ്പോൾ നമ്മളെ കണ്ടിട്ടില്ലാത്തതിന്റെ ഒരു കൗതുകം കൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ട്, സംസാരിക്കാൻ പറയാറുണ്ട്. ഉച്ച ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ അവർ വന്നിരിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് കുറെ വർഷമായി പഠിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഒരു തിരിച്ചു വരവ് കൂടെ ആയിരുന്നു ഈ സ്കൂൾ കാലഘട്ടം. ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തതല്ല, ഞാൻ മാത്രമല്ല എല്ലാരും. ഭയങ്കര രസമായിരുന്നു. വേറൊരു അർത്ഥം ഉണ്ട് അത്. വേറെ അർത്ഥം എന്തൊരർത്ഥം? ഏതാ അർത്ഥം? വേറെ അർത്ഥം എനിക്ക് അന്നാലും നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആൾക്കാരിലേക്ക് തെറ്റില്ലല്ലോ. പോയിന്റ് സ്കൂൾ ടൈമിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ് ചെയ്യില്ല. ആർക്കാണ് ബ്രോ വെറുതെ അതെ മിസ് ചെയ്യാറുണ്ടല്ലേ? ആ മിസ്സിങ് നമ്മള് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നില്ലേ സ്കൂളിൽ എല്ലാവരുടെയും ആ സ്കൂൾ വൈബൊക്കെ. അതാ പറഞ്ഞു കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. അത് പുള്ളിക്കാരിക്ക് ആദ്യമേ മനസ്സിലായി. ഇവൻ ആ സംശയത്തിലാണ് വീട്ടിൽ കയറി ബ്രില്യൻന്നൊക്കെ. ഇതിപ്പോ സ്കൂളില് നിങ്ങള് 4 പേര് ഒരുമിച്ചായിരുന്നു ശരിക്കും? സ്കൂൾ തൊട്ടുള്ള നമ്മള് 3 പേരായിരുന്നു ഒരുമിച്ച്. ഞാൻ ആഷിറും ഇതാവൻ പറഞ്ഞില്ലേ 8ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച്. അലൻ പുതിയതാ പല കൊറേ ഇന്റർവ്യൂ ഇന്നലെ തൊട്ട് കൊടുക്കുന്ന കേട്ടോ, ഓർമ്മ വേണം. ഞാനും ആഷിറും 9ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച്. വിനായക് +1 +2, അവൻ ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അങ്ങനെ. ഓ അതാണ് നിങ്ങള് ഇന്റർവ്യൂട്ടും ഇത് എക്സ്ട്രോവേർട്ട് ആയി പോയെ. ടീം ഇല്ല അല്ല അങ്ങനെ എല്ലാരും സത്യം പറഞ്ഞ ഇൻട്രോവേർട്ട് ഒന്നും അല്ല. എല്ലാരും സാഹചര്യം അനുസരിച്ച് സംസാരിക്കുന്നവരാണ്. സംസാരിക്കുന്നുണ്ടല്ലേ? സംഭവം ഉദ്ദേശിച്ചതാണെന്നറിയോ? വീഡിയോയില് പോലെ നീ ചിരിക്കണം, ഹാസ്യം കാണിക്കണം. നമ്മൾ അഭിനയിക്കുന്നതല്ല. ആക്ഷൻ പറഞ്ഞൊരു സീൻ തന്നാ അത് പ്രപ്പോസ് ചെയ്യുന്നു, അതൊന്നും ചെയ്തു നോക്കും. ഇപ്പഴേ നാളെ വന്നു ഭയങ്കര ഒരു സീൻ തരട്ടെ? അല്ലനെ ചെയ്തു നോക്കും. ചിലപ്പോ ഇല്ല കുഴപ്പമില്ല. അത് അടുത്ത നായകനായിട്ടൊക്കെ അതൊപ്പം ചെയ്യാൻ. അയ്യോ വേണ്ട, ക്യാരക്ടറൊക്കെ പിടിക്കാൻ സമയം എടുക്കും. ഇത് ഇപ്പൊ അതിലെ നേരത്തെ ചോദിച്ചപ്പോ പെട്ടെന്ന് ഈ ചോദ്യം നേരത്തെ ചോദിച്ചപ്പോ എന്താ പറയാ, പെട്ടെന്ന് ഞങ്ങൾ ക്യാരക്ടറിലേക്ക് വരുന്ന സെറ്റ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് സ്റ്റുഡിയോ ഫീൽ ഉണ്ട്, കറക്റ്റ് സ്റ്റുഡിയോ ഫീൽ ഉണ്ട്. എന്നാലും അവന് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഓക്കെ, ഈ കൂട്ടത്തില് ഇപ്പം എന്ത് കാര്യം, എന്ത് ഡൗട്ട് ചോദിച്ചാലും കറക്റ്റ് സ്പോട്ടിൽ പറഞ്ഞിരുന്ന ആരാ? എന്ത് ഡൗട്ട് ചോദിച്ചാലും ഇവര് 4 പേരെടുത്തും ഞാൻ ഡൗട്ട് ചോദിച്ചാറുണ്ട്. 4 പേരും ഇനി ക്ലിയർ ചെയ്ത് തരാറുണ്ട്. വേദക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ആരോടോ ചോദിക്കാം. എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ട് വരാറില്ല. ആരെങ്കിലും എന്റെ അടുത്ത് ചോദിക്കട്ടെ ആണ് എന്നൊക്കെ ഡൗട്ട് വന്നപ്പോ ഞാൻ എല്ലാരോടും ചോദിക്കും. പക്ഷെ ചോദിച്ച പറഞ്ഞുതരും, എല്ലാരും പറഞ്ഞുതരും. അങ്ങനെ ഒരാളൊന്നുമില്ല. ഞാനോട് ചോദിക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിയോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ. എത്തിക്കുന്നോ? എത്തിക്കുന്നത് ഞാൻ കേൾക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഒരേ കണക്കിരിക്കുന്നല്ലേ നിങ്ങളുടെ രണ്ടുപേരും? സിബ്ലിങ്സ് ആയിട്ട് ഹൈറ്റാ, ഒരു ഫേസ് കട്ട് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോഴും നമ്മുടെ ഫീഡിൽ വരിക നിങ്ങളുടെ റിയാക്ഷൻസ് പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പാടാണല്ലോ. ആൻഡ് എപ്പോഴെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് പറ. കാണട്ടെ ഒരു ഡയലോഗ് പെട്ടെന്ന് ഓർമ്മയുള്ള. എനിക്ക് ഹാഷിറിന്റെ ഓർമ്മ. അപ്പൊ അത് പറ. അതാ നമ്മളെല്ലാരും ഒന്നല്ലേ 4 പേര്? അത് ആരായാലും പറഞ്ഞാൽ മതി. ഇങ്ങനെ നോക്കണം ഡയലോഗ് പറയാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫേമസ് ഡയലോഗ്സ് ഒക്കെ, എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ആളെ വീഴും കേട്ടോ. ആൾക്കാർക്ക് ഇപ്പൊ കൊറേ വീഡിയോസ് വൈറലായതുകൊണ്ട് നിങ്ങളെ കാണുമ്പോഴേ നിങ്ങളുടെ ചിലപ്പം തമാശ പറയും,
അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയല്ല ഓടി നിങ്ങളുടെ അടുത്ത് വന്ന് അയ്യോ meet അതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നുന്നു. നമ്മളെ ഈ കോമഡി വീഡിയോസ് ഒക്കെ ആണല്ലോ ചെയ്യുന്നത് കൂടുതലും. ഒരു കൊച്ചു പയ്യനില്ലേ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ചേട്ടാ ഓ കോമഡി കാണിക്കും ക്യാമറ ഓൺ ആക്കി എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. അവൻ വീഡിയോ ഓൺ ആക്കിട്ടെ കോമഡി കാണിക്കും വീഡിയോ അവൻ വന്നിരുന്നിട്ട് ഞാൻ എന്തൊരു കോമഡി കാണിക്കാൻ അവന്റെ ഫ്രണ്ട് ഇരുന്ന്. ശരി. അങ്ങനെയുള്ള രസകരമായ മൊമെന്റ്സ് ഒക്കെ നല്ല രസമാണ്. വേറെ നമ്മുടെ ഫേമസ് ഡയലോഗ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പുള്ളി വന്നിട്ട് പറയും ആ ഡയലോഗ് ഒന്ന് പറയും ഞാൻ ചിരിക്കട്ടെ. ആ സ്പോട്ടിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിരിച്ചു പോണേ. ഈ ആരെ കോണ്ടന്റ് മേക്കിംഗ് ആരെ ശരിക്കും 4 പേര് ഒരുമിച്ച് സംസാരിച്ച് അജിൻ സ്പീക്ക് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ 4 പേര് ഇൻഡിവിജ്വലി വീഡിയോസ് ഇടുന്നതാണ്. അപ്പം അവരോരോ വീഡിയോസിന് അവരോരോ ത്രെഡ് കൊണ്ടുവരും. പിന്നെ അത് നമ്മൾ 4 പേരും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. എഴുത്തില്ല, സ്ക്രിപ്റ്റ് അപ്പം സ്പോട്ടില് പറയാ. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഞാൻ നേരത്തെ എനിക്ക് കോണ്ടന്റ് ക്രിയേഷനേക്കാളും കുറച്ചുകൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് തന്നെ. എനിക്ക് ക്രിയേഷനേക്കാളും എനിക്ക് പറഞ്ഞു തന്നാൽ ചെയ്യാനാണ് കുറച്ചുകൂടെ. അതെ അതെ. ഡയറക്ഷൻ കൂടുതലും ആഷിറിനാണ് ഡയറക്ഷൻ കൂടുതലും താല്പര്യമുള്ള അവന് ഇഷ്ടമുള്ള ഒരു മേഖല. വിനായകനുണ്ട് ഡയറക്ഷൻ ആണ്. അതായത് രണ്ടും ഉണ്ട്, പക്ഷെ കൂടുതൽ അതും അവനെ കൊണ്ട് പറ്റും. ഓക്കെ. അപ്പൊ ക്യാമറ ഒക്കെ നമ്മൾ തന്നെ മാറി മാറി ചെയ്യും. എങ്കിലും ക്യാമറയോട് താല്പര്യമുള്ളത് ക്യാമറ നമ്മൾ ഈ ഐഫോൺ ഓക്കെ ഈ ഐഫോണിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് വിലയിരുത്തരുത് കേട്ടോ. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ബ്രോ അല്ലേ പിടിച്ചോണ്ടിരിക്കുന്ന ബ്രോ, അതൊക്കെ വേറെ ലെവലാണ്. അത് നമുക്ക് ഫിലിമിൽ എത്തിയപ്പോഴാണ് അവർക്ക് അവരുടെ ഒരു വിഷൻ ഉണ്ട്. ഒരു ഫ്രെയിം കാണുമ്പോൾ അവർക്ക് ഒരു തോട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാordinary മുഖത്ത് വെച്ചിട്ട് തിരിക്കുന്നതല്ലാണ്ട് നമ്മളങ്ങനെ പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യും. ഇപ്പൊ കാണുമ്പോ ഇവിടെ 4 പേർക്ക് ഇരിക്കാം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടതല്ലാണ്ട് അധികമുപരി അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കോണ്ടന്റിന്റെ ആണ് മാക്സിമം നിങ്ങൾ എഫേർട്ട് കോണ്ടന്റിനാണ് നമ്മൾ മാക്സിമം കോണ്ടന്റ് മാക്സിമം എഫേർട്ട്. അതിന്റെ റിസൾട്ട് ആണ്. ഞാൻ ചോദിക്കട്ടെ, സിനിമ ഒട്ടും ആഗ്രഹിക്കാത്ത ആള്, അഭിനയ ഇഷ്ടം ഐ മീൻ താല്പര്യവും ആഗ്രഹം ഇല്ലാത്ത ഒരാള് അല്ലല്ല തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് ഏത് നീ ഇങ്ങനെ ഒബ്സർവ് ചെയ്യോ? എന്നെ ഒബ്സർവ് ചെയ്തിട്ട് കാണിക്കും. നിങ്ങളെ കോണ്ടന്റ് വീഡിയോ ഒക്കെ നിങ്ങൾ ആരാണ് ശരിക്കും ആർട്ടിസ്റ്റ് ഈ ആൾക്കാരെ ഒബ്സർവ് ചെയ്യും അതുപോലെ ചെയ്യുന്നു പറയല്ലോ. ഹാഷിറിനൊന്ന് കാണിക്കാവോ? ഹാഷിറിനെ കാണിക്കല്ലേ കാണിക്കുന്ന ഷർട്ട് ഇങ്ങനെ പൊക്കും ഇങ്ങനെ താക്കും. അതേപോലെ കണ്ണുണ്ട് ഇങ്ങനെ കണ്ണുണ്ട്. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഒരു ഞെട്ടിൽ നേരത്തെ ഇന്റർവ്യൂല് ആൾക്കൊരു ക്യാമറ വെച്ചിരുന്ന എക്സ്പ്രഷൻ ഇങ്ങനെ ഇടുവായിരുന്നു. ആള് സൈലന്റ് ആയിരുന്നിട്ട് ഇട്ടോണ്ടിരിക്കുക. ആൾക്കൊരു ക്യാമറ വെച്ചാൽ കൊറേ ഇമോജിക്കൊക്കെ ഉള്ള സാധനം കിട്ടി. കൊറേ കട്ട് പോകും കേട്ടോ അവന്റെ സ്റ്റിക്കർ പോകും. നിങ്ങൾ ശരിക്കും സ്റ്റിക്കേഴ്സ് ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് അയക്കാറില്ലേ? നമ്മള് തന്നെ ഇപ്പൊ വരും. മുമ്പൊക്കെ ഞാൻ തന്നെ എന്റെ ഉണ്ടാക്കിയ ഫണ്ട് ഐ മീൻ വീഡിയോസിന് മുമ്പ് ഞാൻ തന്നെ എന്റെ വീഡിയോ എടുത്തിട്ട് സ്റ്റിക്കർ ആക്കും. ഇപ്പം വേറെ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് വരും, ഫ്രണ്ട്സ് അയച്ചു തരും. അതൊരു രസകരമായ കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറയുന്നത് 4 പേരും നിങ്ങൾ തുടങ്ങിയ ആൾക്കാർ വെച്ചിട്ട് തന്നെ സിനിമയുടെ ഭാഗമായിട്ട് വരാന്ന് തുടങ്ങിയപ്പോ നമ്മൾ 5 പേരുണ്ടായിരുന്നു. തുടങ്ങിയപ്പോ 5 പേരായിരുന്നു. പിന്നെ ഒരാള് ആകാശം എന്നാണ് പേര്. അപ്പൊ ആള് ഗൾഫിൽ പോയി, വീട്ടിലെ സാഹചര്യമൊക്കെ അന്ന് ഇപ്പൊ ഉണ്ടായിരുന്നേ അവനും ഉണ്ടായിരുന്നേ. ആള് പറയാറുണ്ടോ? സിനിമയൊക്കെ മോഹിച്ച് കിടക്കുക. അതായത് അവന് അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല. അപ്പം നമ്മളിങ്ങനെ അവന്റെ സന്തോഷമാണ്. പിന്നെ അവന് ഇതിലൊരു ഭാഗമാവേണ്ടതായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വാ ജോലിക്കളഞ്ഞ്. അതില്ല ഇതില്ലാത്ത അല്ല അവൻ സമയമുണ്ടല്ലോ നമുക്ക്. നമ്മളൊന്ന് ലെവലാകുമ്പോഴേക്കും അവന് തന്നെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവന് ഒരു ഭാഗമാവട്ടെ. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും, നമുക്കൊരു പോക്കറ്റ് മണി കിട്ടും. അല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കുന്നത് യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷൻ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അതിൽ എത്രത്തോളം സത്യസന്ധമായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക്? അല്ല, അത് കൺസിസ്റ്റൻസി ആണ് ഒന്നാമത്തെ കാര്യം. അതുണ്ടെങ്കിൽ നമുക്കിതിനൊരു ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകും, വീട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ പൊതുവെ എല്ലാവരും ഒരുപാട് കിട്ടുമെന്നൊക്കെ ഒരുപാട് ഭയങ്കര എക്സ്പെക്ടേഷൻ ആൾക്കാരുടെ വിചാരം കിട്ടുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അവൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? അവന്റെ കാര്യം എന്തിനാണ് നീ എനിക്ക് പിന്നെ ഞാനത് സംസാരം തീർക്കട്ടാ. എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഈ
അല്ല, പൊതുവെ എല്ലാവരുടെ ഒരു ധാരണ ഉണ്ട്, അവരുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യം നമുക്ക് പോക്കറ്റ് മണി ആയിട്ടോ നമ്മളുടെ കാര്യങ്ങൾ നടന്നു പോകും. അത് വലിയൊരു ഉപയോഗമാണ്. ഇത് നമ്മളുടെ ഒരു ജോലിയാണ് ആക്ച്വലി. നമ്മൾ ഒരു ജോലി, ഒരാൾ രാവിലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോണ പോലെ തന്നെ ഞങ്ങൾ രാവിലെ എനിക്ക് എന്ത് വീഡിയോ ചെയ്യണം എന്ന് കഴിഞ്ഞ് കറക്റ്റ് വൈകിട്ടാകുമ്പോഴായിരിക്കും ഞങ്ങൾ വീട്ടിൽ കയറാം. ചിലപ്പോൾ രാത്രി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മടുപ്പ് വരാറില്ല. ഞങ്ങളെ സമയങ്ങളിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന കൂടുതലും വീഡിയോ എടുക്കാനായിരിക്കും. നിങ്ങൾ ഫുൾ ടൈം ഈ കോണ്ടന്റ് ക്രിയേഷൻ അതേപോലെ തന്നെ സിനിമ അത് ഫോക്കസ് ചെയ്യാൻ പോകണം? വേറെ എന്തെങ്കിലും ജോലി കാര്യം ഇനി മുന്നോട്ടോ? അതാ ഇപ്പൊ നിലവിൽ എന്താണ്? നിലവില് ഉള്ള വീഡിയോ മാത്രം. സിനിമ നമുക്ക് സിനിമയ്ക്ക്, അതായത് സിനിമ വരുന്നതിന് മുന്നേ ഉള്ള കാര്യമല്ലേ ചോദിച്ചത്? എന്തെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഇട്ട് കൊടുത്താണ്, അങ്ങനെ ഒന്നും എല്ലാവരും ചോദിച്ചത്. അപ്പൊ അതുമായിട്ടങ്ങ് വന്നുകൂടാ. എന്തേലും പറഞ്ഞോളൂ. എന്തേലും പറഞ്ഞാൽ നീണ്ടു പോയാലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് കളഞ്ഞോളാം. അല്ല, ഇനിയിപ്പം അതായിരുന്നു പ്ലാൻ എങ്കിൽ ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സിനിമയാണ് അബ്സല്യൂട്ട്ലി സിനിമയാ അൾട്ടിമേറ്റ്. ഇനി അങ്ങോട്ടുള്ള എയിം എന്ന് പറയാൻ നല്ല നല്ല സിനിമയുടെ ഭാഗമാവണം. അപ്പം നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാകുമ്പോഴേ ഇപ്പത്തെ ട്രെൻഡ് വെച്ച് നിങ്ങൾ പറയുന്ന കാര്യം റിയലായിട്ട് മോട്ടിവേഷൻ മ്യൂസിക് ഒക്കെ ഇട്ടപ്പോ സോ അങ്ങോട്ട് ഓക്കെ. എങ്കിലും നമുക്കിപ്പം അല്ലെങ്കിൽ കോണ്ടന്റ് വീഡിയോസ് അല്ലെങ്കിൽ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയല്ലോ, അടിപൊളി വഴിയാണ്. അല്ല, ഇങ്ങനെയും സിനിമയിൽ എത്താം എന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. പലരും പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നവരാണ്. അപ്പം ഇങ്ങനെയും സിനിമയിൽ എത്താം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിലൂടെയും കഴിവ് തെളിയിച്ച് വരാം. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുത്തോ? ഞങ്ങളുടെ ഓഡിയൻസ് വേറെ ഉണ്ടോ? അതായത് അടിപൊളി ഒരു അവസരമാണ്. ഒന്നാമത്തെ കാര്യം, റീൽസ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം വലുതാണല്ലോ. അപ്പം ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അവരുടെ കഴിവ് അവർക്ക് കാണിക്കാനുള്ള ഒരു മേഖലയും കൂടെയാണ്. സോ എന്തുണ്ടോ അത് കാണിക്കുക, കയറി വരിക, നമ്മളെപ്പോലെ നിങ്ങൾ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ന്യൂ ടാലൻസ് ഓൾവേസ് വെൽക്കം. അലൻ 12-13 പറയുന്ന പോലെ ഇപ്പൊ ജോമോൻ ചേട്ടൻ ഇപ്പം വാഴയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ആശാന്റെ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് ചെയ്തത്. അപ്പൊ ആള് ഇന്റർവ്യൂ സമയത്ത് ആള് ഭയങ്കര പ്രൗഡായിട്ടാണ് നിക്കണേ. അപ്പൊ ആളും നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആണ് സത്യത്തില്. സോ ആ ഒരു സക്സസ് എങ്ങനെയാ കാണണേ? നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾ രണ്ടുപേരും പറഞ്ഞോളൂ. അറിയുന്ന ഒരാളാണ്. നമുക്കിപ്പോ പടത്തിന് മുന്നേ വീഡിയോസ് അതിന് ഭയങ്കര ഇഷ്ടമാണ്. ജോമോന്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാൻ ഭയങ്കര രസമാണ്. പുള്ളിയുടെ മാനേഴ്സും ഒക്കെ ഭയങ്കര രസമാണ്. ഡയലോഗ് ഡെലിവറി ആയാലും ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇരുന്ന് കാണും വീഡിയോസ് ഒക്കെ. എനിക്ക് ഭയങ്കര ജോമോന്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് തൊട്ട് കാണുമായിരുന്നു. അതായത് ഞങ്ങൾ വരുന്നതിന് മുമ്പേ ജോമോ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ ഇതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പം പേഴ്സണലി എല്ലാണ്ട് അറിയാം. അപ്പം ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ജോമോനും സിനിമയിലൊക്കെ എത്തേണ്ട ആളാണ്. സത്യം പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ട്. നല്ല ഡിഫറെന്റ് റോൾസ് ആശാനിൽ നല്ല റോളായിരുന്നു ജോമോൻ ചെയ്തത്. അതുപോലെ കോമഡി ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പം എന്തായാലും ചോദ്യം, ആളുടെ സക്സസ് റിയലി നമുക്ക് സന്തോഷമുള്ളതായിരുന്നു. പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയും കൂടെ ആവുമ്പോഴേ ആള് ഡിസേർവിംഗ് പൊസിഷനിലാണ്. അപ്പം നല്ല പടങ്ങൾ കിട്ടട്ടെ. കിട്ടും, ഉറപ്പായിട്ടും. അതല്ലേ അത് തന്നെ ഞാനും പറയാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അത് തന്നെ ആണ്. ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇപ്പൊ നിങ്ങളുടെ ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ, അതുപോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് ആണോ നിങ്ങളുടെ എപ്പോഴും ഫീഡിൽ വരുന്ന എങ്ങനത്തെ വീഡിയോസാ? കോമഡി ഫീഡ്സ് ഒന്നും എടുത്ത് കാണിക്കാൻ പറയാം. കൂടുതലും തമാശ വീഡിയോകളാണ് നമ്മൾ കാണാറ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓൾവേസ് ഫോക്കസ് ഓൺ കോണ്ടന്റ് വീഡിയോസ്. അങ്ങനെ ആവണമെന്നില്ല. പറഞ്ഞല്ലോ എന്തെങ്കിലും പറയാതിരിക്കാ. നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ നമ്മൾ തന്നെ നല്ല വീഡിയോസ് ആണെങ്കിൽ നമ്മൾ തന്നെ തമ്മിൽ ഷെയർ ചെയ്തിട്ട് അടിപൊളി എന്നൊക്കെ പറയും. അടിപൊളി വീഡിയോ ഇടാവും വരെ നമ്മൾ എങ്ങനെയാണോ വന്നത് നമുക്കറിയാം. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഉള്ളവരും വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു റെസ്പെക്റ്റ് ആണ്. അവര് വരുന്ന ഒരു സ്റ്റേജ് നമുക്കറിയാം. നമ്മളിപ്പോ ഈ സിനിമയിൽ എത്തിയത് പെട്ടെന്നല്ലല്ലോ. എല്ലാ ആഴ്ചയും വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ പയ്യെ പയ്യാണ് വന്നത്.
നമുക്ക് സംസാരിക്കാം. എന്നെ കേൾക്കുന്നില്ല അതൊക്കെ. ഇവരുടെ വീഡിയോസ് ഒരു എഫേർട്ട് ഉണ്ട്. നമ്മളെ വീഡിയോസ് അവള് കാണാറുണ്ട്. ചോദിച്ചു നീ കാണാറുണ്ടോ? കൂടുതൽ ഏറ്റവും ഒരു ഫാൻ ആരുടെയാ? അങ്ങനെ ചോദിച്ചാൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ. അത് കോൺട്രവേഴ്സി സംസാരിച്ച പ്രശ്നമാവും കേട്ടാ. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ്. ചേട്ടനെ പറയായിരിക്കും. അല്ല 2-3 സ്ഥലത്തോളം എന്നെ പറഞ്ഞു. ഇതിപ്പോ ഇവിടെ ആണ്ട് എല്ലാവരും പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ കൂടുതലും വർക്ക് ചെയ്തില്ലേ, ചേട്ടനും അനിയത്തിയല്ലേ, അപ്പൊ പിന്നെ ചെറിയൊരു ഇഷ്ടം ചേട്ടൻ അലൻ ചേട്ടനോടാണ്. കണ്ടോ? എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാരും ഉണ്ട്, പക്ഷെ കൂടുതൽ അലൻ ചേട്ടനോട് കൂടെ ഫ്രണ്ട്സ് എന്നൊക്കെ. ഓക്കെ, നിങ്ങളുടെ ഒരു പണ്ട് പൃഥ്വിരാജോട് ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 years ആയി കഴിഞ്ഞാൽ അതിന് ശേഷം ഏതൊക്കെ മേഖലകളിലായിരിക്കും ഉത്തരം ഞാൻ പറയാം. അത് പൃഥ്വിരാജ്, ഇത് ഇത് അലൻ, ശബരി, അജിൻ. അത് പൃഥ്വിരാജ്. അങ്ങനെ തന്നെ ആയിരിക്കരുത്. ഓരോ വർഷം പുള്ളിക്ക് ഒരു വിഷൻ ഉണ്ട് പ്രോപ്പറായിട്ട്. അതായത് ഇപ്പൊ പോണ രീതി വെച്ചിട്ട് പ്രോപ്പർ ഒരു വിഷൻ ഉണ്ട് പുള്ളിക്ക്. അടുത്ത 10 വർഷം എന്താണെന്ന് പറയാനുള്ള ഒരു വിഷൻ ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് അത് പറയാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ ഈ പടം ഒന്ന് ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു വിഷനെ കുറിച്ച് സംസാരിക്കാം. ശരിക്കും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല, ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഇതുവരെ പടം കണ്ടില്ല, കണ്ടിട്ടില്ല. ഡബിങ് പോർഷനേ കണ്ടോളൂ. ഡബിങ് ഒക്കെ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടായിരുന്നു. ഡയലോഗ് പറയാം, അതിന്റെ കൂടെ പറയും. നന്നായിരിക്കും. പക്ഷെ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മള് കഴിഞ്ഞ ആണോ വാഴ കണ്ട് വാഴ 2ലേക്ക് വരുമ്പോ മെയിൻ നിങ്ങള് വാഴ 3ലേക്ക് വരുമോ? വിളിക്കോ? പ്രേക്ഷകർ തീരുമാനിക്കോ ഇത് നായികയാക്കാൻ കഴിയുമോ? അലന്റെ നായിക അതുകൂടെ പറയൂ. എന്റെ നായികയെ വാഴ 3 വേറെ ആൾക്കാരായിരിക്കും, നമ്മളായിരിക്കില്ല. വാഴ 3 ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ, ചുമ്മാ പറയുന്നത്. ശബരി നിങ്ങളുടെ ടീം ഗ്യാങ്ങിനെ വെച്ചിട്ട് അങ്ങനെയാണല്ലോ. ഇവരാണ് ലാസ്റ്റ് വരണേ. അപ്പൊ ഇവരെ വെച്ചിട്ട് 2 വന്നു. അപ്പം നീ വരും 3. അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുകയാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ ഒരുപാട് സിനിമകളുടെ 2ാം ഭാഗം 3ാം ഭാഗം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാഴ 2 കൂടെ വരാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഷോയിൽ ഞാനും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. പഠിച്ചു പൊളിക്കൂ. ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരുപാട് സിനിമയുടെ ഭാഗമാകട്ടെ. താങ്ക് യു സോ മച്ച്. മനോഹരമായ ഇന്റർവ്യൂ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഇത് രാത്രിയാണ് കറക്റ്റ് ആയിരിക്കും.